കാണാം. ഒപ്പം ഇവരുടെ സംഗീത ആൽബത്തെയും പരിചയപ്പെടാം. ലോകം കീഴടക്കിയ സന്തോഷത്തിലാണ് ഈ മലയാളി സംഘം. കാരണം ഫേസ്ബുക്കിലൂടെ പരിചയപ്പെട്ട് ഇവർ രൂപം കൊടുത്ത വൺറൂഫ് എന്ന ബാൻഡ് പുറത്തിറക്കിയ ആൽബം കഴിഞ്ഞ ദിവസമാണ് യൂട്യൂബിലൂടെ പുറത്തുവിട്ടത്. ദിവസങ്ങൾക്കകം പാട്ടിന് 10,000ങ്ങളുടെ ലൈക്സ്. പാടിയത് റിനു ശ്രീനിവാസനും സുമിത് മേനോനും. ശിവസേന തലവൻ ബാൽ താക്കറെക്കെതിരെയുള്ള ഫേസ്ബുക്ക് പോസ്റ്റിൽ ലൈക്ക് ചെയ്തതിന് മുംബൈ പോലീസ് അറസ്റ്റ് ചെയ്ത അതേ മുംബൈ മലയാളി റിനു ശ്രീനിവാസനാണ് ഇത്. പക്ഷേ ഇപ്പോൾ ഗായികയുടെ റോളിലാണെന്ന് മാത്രം. അറസ്റ്റും ബഹളവും ഒക്കെ ആയെങ്കിലും അതേ ഫേസ്ബുക്ക് തന്നെ ഗായികയാക്കിയതിന്റെ സന്തോഷത്തിലാണ് റിനു ഇപ്പോൾ. മലയാളം, തമിഴ്, ഹിന്ദി എന്നീ ഭാഷകളിലായി 3 പാട്ടുകളാണ് വൺറൂഫ് ഒരുക്കിയിട്ടുള്ളത്. ഇതിൽ ഫേസ്ബുക്ക് മാനിയ എന്ന തമിഴ് പാട്ടാണ് കഴിഞ്ഞ ദിവസം യൂട്യൂബിലൂടെ റിലീസ് ചെയ്തത്. ഫേസ്ബുക്ക് ജീവിതത്തെ എങ്ങനെ സ്വാധീനിക്കുന്നുവെന്നാണ് ഇവർ പാട്ടിലൂടെ അവതരിപ്പിക്കുന്നത്. ഡെയിലി യൂസിങ് മെഷീൻ പോലെയാണ് ഫേസ്ബുക്ക്. സോ അതിനെക്കുറിച്ചൊരു സോങ്, അതായത് ഫേസ്ബുക്കിൽ നമ്മൾ എന്തൊക്കെ ചെയ്യുന്നുണ്ട്, ആൻഡ് അതർ വേ ദ സ്വീറ്റ്നെസ് അബൌട്ട് ഫേസ്ബുക്ക്. സൺറൈസേഴ്സിൽ നിന്ന് തുടങ്ങുന്ന ഗാനം പാടിയതും അഭിനയിച്ചതും വിഷ്ണുവാണ്. മലയാള ഗാനവും ഉടൻ പുറത്തിറങ്ങും. വിഷ്ണുവും സുമിത്തും ഗിരീഷും ചേർന്നാണ് മെല്ലെ മെല്ലെ എന്ന് തുടങ്ങുന്ന ഗാനം ആലപിച്ചിരിക്കുന്നത്. മെല്ലെ മെല്ലെ കഥയിലൂടി വന്നവൾ എന്നെ അറിയും പോലെ എന്നോട് ചൊല്ലി ഒന്നിൻ കൂടെ വരാമോ, എൻ കൂട്ടിരിക്കാമോ, കനവായി നിനവായി നീ എൻ കൂടെ വരാമോ. 2 മാസത്തിനുള്ളിൽ ചിത്രീകരണം പൂർത്തിയാക്കി മലയാള ആൽബവും പുറത്തിറങ്ങും. ഗിറ്റാറിസ്റ്റ് സരോഷ് കാര്യാടനാണ് നിർമ്മാതാവ്. കൂടാതെ ഹിപ്ഹോപ്പ് ശൈലിയിൽ ഒരു മലയാളം പാട്ടുകൂടി പുറത്തിറക്കാനും ഇവർക്ക് പദ്ധതിയുണ്ട്. ബലാത്സംഗം ചെയ്യപ്പെട്ട ഒരു പെൺകുട്ടി ജീവിതത്തിലേക്ക് തിരിച്ചു വരുമ്പോൾ ഉണ്ടാകുന്ന തിക്താനുഭവങ്ങളാണ് ഇവർ ഹിപ്ഹോപ്പ് ശൈലിയിൽ അവതരിപ്പിക്കുക. ആദ്യ പാട്ടിന് പുറമെ പുറത്തിറങ്ങാനിരിക്കുന്ന പാട്ടുകളും ഹിറ്റ് ചാർട്ടിൽ ഇടം പിടിക്കുമെന്ന കണക്കുകൂട്ടലിലാണ് ഈ ഫേസ്ബുക്ക് ബാൻഡ് വൺറൂഫ്. മനോരമ ന്യൂസ്, ചെന്നൈ.